വീട്ടിന്റെ ഉള്ളിൽ രാവിലെ മോഷണം നടന്നു. ആ സമയം വീട്ടിൽ 3 ജോലിക്കാരുണ്ടായിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ ഒന്നാമത്തെ ജോലിക്കാരൻ പറഞ്ഞു, ഫ്രിഡ്ജിലുണ്ടായിരുന്ന എല്ലാ ഫ്രൂട്ട്സും തീർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോയതാണ്. രണ്ടാമത്തെ ജോലിക്കാരൻ പറഞ്ഞു, ഞാൻ മാതളം കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുകയായിരുന്നു. മൂന്നാമത്തെ ജോലിക്കാരൻ പറഞ്ഞു, ഞാൻ ഫലവൃക്ഷങ്ങൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. എന്നാൽ മെഹുലിന് മനസ്സിലായി ഈ 3 പേരിൽ ആരാണ് കള്ളം പറയുന്നത് എന്ന്. എന്താ നിങ്ങൾക്ക് പറയാമോ ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന്? എ, ബി ഓർ സി? ആലോചിക്കൂ. ഉത്തരം നോക്കാം. ഒന്നാമത്തെ ജോലിക്കാരൻ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാ ഫ്രൂട്ട്സും തീർന്നുവെന്നാണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ജോലിക്കാരൻ എങ്ങനെയാണ് മാതളം കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത്? എന്നാൽ മൂന്നാമത്തെ ജോലിക്കാരൻ പറഞ്ഞത് നോക്കൂ. അവൻ പറഞ്ഞത് അവൻ വീട്ടിന്റെ പിറകിൽ ഫലവൃക്ഷങ്ങൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു എന്നാണ്. വീട്ടിൽ തന്നെ ഫലവൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ പോകുന്നത്? മെഹുൽ വീട്ടിന്റെ പിറകിൽ പോയി. അവിടെ പറഞ്ഞതുപോലെ ഒരു വലിയ ഫലവൃക്ഷ തോട്ടമുണ്ട്. എന്നാൽ തോട്ടത്തിൽ ഫ്രൂട്ട്സ് ഒന്നുമില്ല. ആ തോട്ടത്തിൽ 2 സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. മെഹുൽ അവരെ ചോദ്യം ചെയ്തു. ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞു, സർ, ഇന്നലെ രാത്രി നല്ല മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മരത്തിലെ ഇലകളെല്ലാം അവിടെ ഇവിടെയായി വീണിരുന്നു. ഞാൻ അവയൊക്കെ വൃത്തിയാക്കുകയായിരുന്നു. രണ്ടാമത്തെ സ്ത്രീ പറഞ്ഞു, ഞാൻ മാങ്ങയുടെ ഇലകൾ ശേഖരിക്കാൻ വന്നതാണ്. എനിക്ക് ഒന്നും അറിയില്ല. എന്നാൽ മെഹുലിന് മനസ്സിലായി ഇതിൽ ഒരു സ്ത്രീ കള്ളം പറയുകയാണെന്ന്. എന്താ ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ? ഒന്നാമത്തെ സ്ത്രീ പറഞ്ഞത് രാത്രിയിൽ നല്ല മഴയുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ജോലിക്കാരൻ കള്ളം പറയുകയാണ്. കാരണം അവൻ തോട്ടത്തിൽ വെള്ളമൊഴിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. രാത്രിയിൽ നല്ല മഴ പെയ്തുവെങ്കിൽ എന്തിനാണ് രാവിലെ പിന്നെയും മരങ്ങൾക്ക് വെള്ളമൊഴിക്കുന്നത്? മെഹുൽ അവനെ പിടികൂടി. അവൻ പറഞ്ഞു, ഒന്നാമത്തെ ജോലിക്കാരനും എന്റെ ഒപ്പമുണ്ട്. മറ്റാരൊക്കെയാണ് നിങ്ങളുടെ ഒപ്പമുള്ളത്? ഒന്നാമൻ പറഞ്ഞു, ഞങ്ങളുടെ ഒപ്പം ഒരാൾ കൂടിയുണ്ട്. അവൻ ഇവിടുന്ന് സ്വർണമെല്ലാം മോഷ്ടിച്ച് ജുവലറിയിൽ വിൽക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. മെഹുൽ ഉടനെ അവർ പറഞ്ഞ ജുവലറിയിൽ എത്തിച്ചേർന്നു. അവിടെ മെഹുൽ 3 പേരെ കണ്ടു. എന്താ നിങ്ങൾക്ക് ഈ 3 പേരെയും നോക്കി പറയാമോ ഇതിൽ ആ മോഷ്ടാവ് ആരാണെന്ന്? ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. ബാക്കിയുള്ള 2 പേരും സ്വർണം എടുത്തു നോക്കുകയാണ്. എന്നാൽ മൂന്നാമത്തെ ആളുടെ കയ്യിൽ നോക്കൂ, വ്യത്യസ്തമായ ഒരുപാട് ജ്വല്ലറി ഉണ്ട്. ഒരേ സമയം എങ്ങനെയാണ് ഇവന്റെ കയ്യിൽ വ്യത്യസ്തമായ ആഭരണങ്ങൾ വന്നത്? അപ്പോൾ അവൻ അത് വിൽക്കാൻ വന്നതാണ്. മെഹുൽ അത് മനസ്സിലാക്കി. എന്നിട്ട് അവനെ പിടികൂടി. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്. അടുത്ത റെഡിലേക്ക് പോകാം. മെഹുൽ ഒരു ഫംഗ്ഷന് പോയി. അവിടെ മെഹുലിന് ഒരുപാട് കഴിക്കാൻ കൊടുത്തു. ആദ്യം അവർ മെഹുലിന് ഒരു ആപ്പിൾ കൊടുത്തു. പിന്നെ അവർ മെഹുലിന് വലിയ 3 ബനാന കൊടുത്തു. അതിനുശേഷം മെഹുലിന് കോക്കനട്ട് ജ്യൂസ് കൊടുത്തു. ഏറ്റവും അവസാനം മെഹുലിന് ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തു. എന്നാൽ മെഹുലിന് മനസ്സിലായി ഇവയെല്ലാം ഒരു പ്രത്യേക പാറ്റേണിലാണ് കൊടുക്കുന്നതെന്ന്. നിങ്ങൾക്ക് പറയാമോ ആ പാറ്റേൺ എന്താണെന്ന്? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. ആദ്യം മെഹുലിന് ആപ്പിൾ കൊടുത്തു. ആപ്പിളിന്റെ ആദ്യത്തെ ലെറ്റർ എ ആണ്. ബനാനയുടെ ആദ്യത്തെ ലെറ്റർ ബി ആണ്. കോക്കനട്ടിന് സി, ഡ്രാഗൺ ഫ്രൂട്ടിന് ഡി. അപ്പോൾ ABCD എന്ന പാറ്റേണിലാണ് മെഹുലിന് ഫ്രൂട്ട്സ് കിട്ടുന്നത്. അടുത്ത റെഡിലേക്ക് പോകാം. 3 കൂട്ടുകാർ ഒരു കല്യാണത്തിന് പോയി. അവിടെ അവർ 4 കസേര കണ്ടു. അവർ കസേരയിൽ ഇരിക്കാൻ തീരുമാനിച്ചു. 3 പേരുണ്ട്, 4 കസേരയും. അപ്പോൾ ഒരു കസേര ഒഴിവാക്കണം. നിങ്ങൾക്ക് പറയാമോ ഇതിൽ ഏത് കസേരയിലാണ് ഇരുന്നുകൂടാത്തതെന്ന്? A, B, C ഓർ D? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. സി എന്ന കസേര നോക്കൂ. അതിന്റെ പിറകിലുള്ള ഒരു കാൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ കസേര ഒഴിവാക്കണം. എന്നിട്ട് മറ്റുള്ള 3 കസേരയിൽ ഇരിക്കണം. അടുത്ത റെഡിലേക്ക് പോകാം. വരൂ, ഇനി കുറച്ച് രസകരമായ മാജിക് പസിലുകൾ നോക്കാം. ഇത് മാച്ച് സ്റ്റിക്ക് കൊണ്ടുള്ള ഒരു പശുവാണെന്ന് സങ്കല്പിക്കൂ. ഇത് ഇടതുവശത്തേക്കാണ് ഫേസ് ചെയ്യുന്നത്. 2 സ്റ്റിക്ക് മാത്രം മാറ്റിക്കൊണ്ട് ഇതിനെ വലതുവശത്തേക്കാക്കണം. നന്നായി ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. കൂടുതൽ സമയം ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യൂ. ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇതിൽ ഈ 2 സ്റ്റിക്ക് മാറ്റി അത് അകത്തേക്ക് വയ്ക്കൂ. ഇപ്പോൾ നോക്കൂ, പശു വലത്തേക്കാണ് ഫേസ് ചെയ്യുന്നത്. വരൂ, മറ്റൊരു രസകരമായ മാജിക് പസിൽ കൂടി നോക്കാം. നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ 6 മാച്ച് സ്റ്റിക്ക് ഉണ്ട്. ഈ 6 സ്റ്റിക്കുകളിൽ ഒരെണ്ണം പോലും മറ്റൊരു സ്റ്റിക്കിനെ ടച്ച് ചെയ്യുന്നില്ല. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ സ്റ്റിക്കും മറ്റുള്ള 5 സ്റ്റിക്കിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കണം. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ എങ്ങനെയാണ് അത് ചെയ്യുക.
നന്നായി ആലോചിക്കൂ. കൂടുതൽ സമയം ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യൂ. വരൂ, ഇതിന്റെ ഉത്തരം നോക്കാം. നിങ്ങൾ ആ സ്റ്റിക്കുകളെ ഈ കാണുന്ന രീതിയിൽ വെക്കണം. 3 സ്റ്റിക്കുകൾ താഴെ, അത് മറ്റ് 2 എണ്ണത്തെയും ടച്ച് ചെയ്യുന്നു. 3 സ്റ്റിക്കുകൾ മുകളിലും, അവയും തമ്മിൽ ടച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ സ്റ്റിക്കും മറ്റുള്ള 5 സ്റ്റിക്കിനെയും ടച്ച് ചെയ്യുന്നുണ്ട്. മുകളിൽ 3 എണ്ണത്തെയും താഴെ 2 എണ്ണത്തെയും. ഈ റിഡിലിന് വേണ്ടി വേഗം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യൂ. വരൂ, അടുത്ത റിഡിലേക്ക് പോകാം. രാമുവിന്റെ വീട്ടിൽ 3 പശുക്കളുണ്ട്. ഒന്നാമത്തെ പശു രാവിലെയും വൈകുന്നേരവും 4 ലിറ്റർ വീതം പാൽ കൊടുക്കും. രണ്ടാമത്തെ പശു വൈകിട്ട് മാത്രം 9 ലിറ്റർ പാൽ കൊടുക്കും. മൂന്നാമത്തെ പശു രാവിലെയും വൈകുന്നേരവും 5 ലിറ്റർ വീതം പാൽ കൊടുക്കും. നിങ്ങൾ ആലോചിക്കൂ, എന്നിട്ട് പറയൂ, ഏത് പശുവാണ് രാമുവിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്? എ, ബി ഓർ സി? വരൂ, ഉത്തരം നോക്കാം. മൂന്നാമത്തെ പശു രാവിലെയും വൈകിട്ടും 5 ലിറ്റർ വീതം പാൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 10 ലിറ്റർ. എന്നാൽ അതിന്റെ അടുത്ത് നോക്കൂ, അതിന് ഒരു കുട്ടിയുണ്ട്. അത് പാൽ കുടിക്കുന്നുണ്ടാവും. അപ്പോൾ രാമുവിന് 10 ലിറ്റർ മൊത്തം കിട്ടില്ല. ഒന്നാമത്തെ പശു 8 ലിറ്റർ പാൽ കൊടുക്കും. അപ്പോൾ 9 ലിറ്റർ പാൽ തരുന്ന രണ്ടാമത്തെ പശുവാണ് രാമുവിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. അടുത്ത റിഡിലേക്ക് പോകാം. ഒരു കമ്പനിയിൽ മോഷണം നടന്നു. അവിടെ ഉണ്ടായിരുന്ന 3 പേരെ മാനേജർ ചോദ്യം ചെയ്തു. ഒന്നാമൻ പറഞ്ഞു, എനിക്ക് വിശപ്പ് തോന്നിയിരുന്നു, അതുകൊണ്ട് ചായ കുടിക്കാൻ ഞാൻ പുറത്തേക്ക് പോയതാണ്. രണ്ടാമൻ പറഞ്ഞു, ഞാൻ ചേച്ചിക്കൊപ്പം നേപ്പാളിലേക്ക് പോകുന്നുണ്ട്, ഞാൻ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ്. മൂന്നാമൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയ്ക്കൊപ്പം ലണ്ടനിലേക്ക് ഹണിമൂണിന് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വിസ ഓഫീസിലേക്ക് പോയതാണ്. നിങ്ങൾ പറയൂ, ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന്? എ, ബി ഓർ സി? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. രണ്ടാമത്തെ ആൾ കള്ളം പറയുകയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് ട്രെയിനുകൾ ഒന്നും തന്നെ ഇല്ല. അടുത്ത റിഡിലേക്ക് പോകാം. പ്രശാന്തിന് തന്റെ സ്കൂൾ പ്രൊജക്ടിന് വേണ്ടി ഒരു മോഡൽ ഉണ്ടാക്കണം. അവനൊരു ലൈറ്റിന്റെ സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. അവന്റെ വീട്ടിൽ 3 തരത്തിലുള്ള വയറുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തെ വയർ ഇരുമ്പിൻ്റെതാണ്, രണ്ടാമത്തേത് കോപ്പറിന്റെ വയറും മൂന്നാമത്തേത് സ്റ്റീലിന്റെ വയറുമാണ്. അവന്റെ മോഡലിൽ നന്നായി കറണ്ട് പാസ് ചെയ്യാൻ ഏത് വയറാണ് നല്ലത്? ആലോചിക്കൂ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യൂ. വരൂ, ഉത്തരം നോക്കാം. പ്രശാന്ത് കോപ്പറിന്റെ വയറാണ് യൂസ് ചെയ്യേണ്ടത്. കോപ്പർ മറ്റ് 2 വൈദ്യുതിയുടെ മികച്ച കണ്ടക്ടറാണ്. വരൂ, അടുത്ത റെഡിയിലേക്ക് പോകാം. ഈ 2 ഡാൻസർമാരെയും ശ്രദ്ധിച്ചു നോക്കൂ. എന്നിട്ട് പറയൂ, ഇതിൽ ഏത് ഡാൻസറാണ് ആണെന്ന്? എ ഓർ ബി? ആലോചിക്കൂ. വരൂ, ഉത്തരം നോക്കാം. പിറകിലുള്ള ചുവരിൽ 2 പേരുടെയും ഫോട്ടോയുണ്ട്. അതിൽ ബിയുടെ ഫോട്ടോ ഒരു ആണിൻ്റെതാണ്. അപ്പോൾ രണ്ടാമത്തെ ഡാൻസറാണ് പുരുഷൻ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.